ലൈവ് വന്നിട്ടൊന്നും ലൈവ് ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്. ഫൈനൽ ഡേ മല്ലു ഹില്ലറിന്റെ 2K പ്രൈസ് പൂൾ ടൂർണമെന്റ് ഫൈനൽ ഡേ ആണ്. അപ്പോൾ ടോപ്പ് 1 പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ MS സൈഡിനാണ്. 90 പോസ്റ്റേഴ്സ് നമ്മൾ വായിക്കാം, മാക്സ് ചെയ്യുന്ന ശേഷം വായിക്കാം. അപ്പോൾ ലൈവ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈവ് ലിങ്ക് ഒക്കെ ഷെയർ ആക്കിയിട്ട് മാക്സിമം അത് ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ലിങ്ക് ഒക്കെ മാക്സിമം ഷെയർ ആക്കിയിട്ട് ഗൈസ്. അപ്പോൾ ലൈവ് ലിങ്ക് ഒക്കെ ഷെയർ ആക്കണം, ലൈവ് ലിങ്ക് ഒക്കെ ഷെയർ ആക്കണം, ലൈവ് ലിങ്ക് ഷെയർ ആക്കണം, ലൈവ് ലിങ്ക് ഷെയർ ആക്കണം, വാട്സപ്പ് വേമ തുണി വാട്സപ്പ് വേമ ലൈവിന് ലിങ്ക് ഒന്ന് ഷെയർ ആക്കിയിട്ട് തരാം. അപ്പം ലിങ്ക് ആക്കാം, നമുക്ക് ഷെയർ ആക്കിയിട്ട് ലിങ്ക് ഷെയർ ആക്കണം. അപ്പോൾ ലൈവ് ലിങ്ക് ഒക്കെ ഷെയർ ആക്കണം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പാത്തൊക്കെ നോക്കാം. ഫ്ലൈറ്റ് പാത്ത് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, ഫ്ലയേഴ്സ് ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മാച്ചിലേക്ക് തിരിച്ചിടാം. ഞാൻ ലൈവ് സ്ട്രീം നിർത്തിട്ട് സ്ട്രീം ഒന്ന് സെറ്റാക്കിയ ശേഷം മാച്ചിലേക്ക് തിരിച്ചിടാം. ഞാനിപ്പം സ്ട്രീമിൻ്റെ ലിങ്ക് ഒക്കെ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഫൈനൽ ഡേ. അപ്പം ഏകദേശം കാര്യത്തൊക്കെ തീരുമാനമുണ്ട്. അപ്പം ചിക്കൻ ഡിന്നർ ആര് കൊണ്ട്, അതുപോലെ തന്നെ അവിടെ അതുകൊണ്ട് തന്നെ എക്സോഡിയുടെ പിള്ളേർക്കും വേറെ എ ടീമാണ് ഉള്ളത്. ഈ അംഗന്മാർക്ക് കയറി വരാൻ സാധിക്കുമോ? ഒരു പോസ്റ്റേഴ്സിലേക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കയറാൻ സാധിക്കും. നമുക്ക് നോക്കണം കണ്ടറിയണം. അപ്പോൾ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. നിയോടെ ബ്ലാഷ് 2 ആണ്. ചെക്കന്മാർ പോയിന്റ് ടേബിളിൽ രണ്ടാമാണ് നിൽക്കുന്നത്. ഒടിയൻസ് നീ ഇത് കളിക്കാൻ കയറിയില്ല. ഒടിയന് കളിക്കാൻ വന്നില്ലയോ? അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ കളി ഫൈനൽ ഡേ ആണ്. അപ്പോൾ ആര് കൊണ്ടുപോകും ഗൈസ്? 2K പ്രൈസ് പൂൾ ടൂർണമെൻറ്റിൽ ആര് കൊണ്ടുപോകും? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. മൂക്കടച്ചു എൻ്റെ പോലെ സീനായല്ലോ. അപ്പോൾ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ആര് പൊട്ടിക്കും ആദ്യത്തറി. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടാണ് നമ്മുടെ മാർലി MS അടിച്ചൊരു കിടിയ കളി നമ്മൾ കണ്ടത്. ഞാൻ കയറിയില്ല ആടാ ശരിയാടാ. മാർലി MS ഒരു 1v7 സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ്. ചെക്കൻ്റെ വേറെ ലെവൽ കളിയായിരുന്നു. ഫുൾ പവറാണ് ചെക്കൻ കളിച്ചത്. അപ്പോൾ 63 പ്ലേയേഴ്സേ ഉള്ളത്. 63 പ്ലേയേഴ്സേ ഉള്ളൂ. ഡിവൈസിലാകുന്ന പറഞ്ഞാൽ ആടാ 63 പ്ലേയേഴ്സേ ഉള്ളൂ. എന്ത് ചെയ്യാം, 63 പ്ലേയേഴ്സ് മാത്രമേ. അപ്പോൾ DMC ചാപ്പിൾ അടിക്കുന്നു. ഇസ്രോയുടെ സൂപ്പർ ബൈ അടിച്ചത് സോഡിയാക്ക്. എൻ്റെ പോലെ സോഡിയാക്കിന് പ്രദേശം നഷ്ടമാകുന്നു. എൻ്റെ പോലെ വിഷയം സോഡിയാക്ക് ഡാർക്കിനോട് മാത്രമാണ് ബാക്കി. ഏകദേശം പോയിട്ട് നാലാം സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ടീമായിരുന്നു സോഡിയാക്ക്. എന്ത് ചെയ്യാം അടിച്ചു പൊട്ടിക്കുന്നു. സോഡിയാക്കിൻ്റെ പ്രദേശങ്ങൾ DMCയുടെ പിള്ളേർ തല്ലി തകർക്കുന്നു. സോഡിയാക്കിന് ഒറ്റ പിള്ളേർ മാത്രം ബാക്കി ഇല്ല. പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. ഒരാൾ ബാക്കിയുണ്ട്. കനൽ ഒരു തരി മതി. അതെ, കനൽ ഒരു തരി മതി. ചെക്കൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ടീമിനെ ഒരു ടോപ്പ് 3 പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് നോക്കാം. DMCയിലുള്ളതാണ് കിടിയൊക്കെ കളിച്ചത്. DMCയിലുള്ള ഒരു രക്ഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. DMCയിലൂടെ അടിച്ചിരിക്കുകയാണ്. സോഡിയാക്കി 2 പ്ലേസ് ആയിരുന്നുണ്ട്. ആ 2 കിലോ എടുത്തിരിക്കുകയാണ്. DMC ചാപ്ലിനാണ് ഗൈസ്. DMC ചാപ്ലിന് 2 കിലോ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ DMC ചാർലി ചാപ്ലിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ കാണുന്നത്. ചാർലി ചാപ്ലിമാരുണ്ട്. അപ്പോൾ ചാർലിക്ക് അടിയിട്ടിരിക്കുകയാണ്. ചാപ്ലി മെഡിക്കുന്നുണ്ട്. ചാപ്ലി കൊടുക്കുന്നുണ്ട്. ചാപ്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫൈനൽ ഡേ. അപ്പോൾ ഇന്നത്തെ വിന്നർ ചിക്കൻ ഡിന്നറൊക്കെ ആര് കൊണ്ടുപോകും? അതുപോലെ തന്നെ ടോപ്പ് 3 പോസ്റ്റിലേക്ക് ഏതൊക്കെ ടീം എത്തും? MS ടീം നല്ല പോസ്റ്റിൽ MS സേഫ് ആണെന്ന് പറയാം. അവർക്ക് ഒരു പൊസിഷൻ പോയിട്ട് നോക്കി കളിച്ചാൽ മാത്രം അവർക്ക് നമ്പർ 1 കൊണ്ടുപോകാൻ പറ്റുന്നു. ഗെയിമർ മുതലാളിന്ന് സ്പെക്കിനായിരുന്നു. എന്നെ പോലെ ചെക്കന്മാർ ഹാഷ് 4 ആണ്. 4 പൊസിഷനാണ് ചെക്കന്മാർ നിൽക്കുന്നത്. അപ്പോൾ ചെക്കന്മാർ വിചാരിക്കുകയാണെങ്കിൽ ഹാഷ് 2 അതുപോലെ തന്നെ ഹാഷ് 3 പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തുകയാണെങ്കിൽ നമ്മുടെ പ്രൈസിന് ചെക്കന്മാരും അവകാശികളാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കണം. അപ്പോൾ തൊട്ട് താഴെയുള്ള നിയോണിൻ്റെ ടീമാണ്. അവിടെ സോഡിയാക്ക് ഡാർക്ക് എടുത്തു. എൻ്റെ പോലെ സ്ഥിരം പറ്റൂ. DMCയുടെ തീർത്തു വിടുമോ? ഇല്ല, നോക്കാം. തീർത്തു വിടുന്നു. DMCയുടെ സൈക്കിൾ തീർത്തു വിടുന്നു. ടീം നമ്പർ 4 സോഡിയാക്കിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. സോഡിയാക്ക് അവിടെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കാം. നിയോൺ ടീമിന് മുകളിലേക്ക് കയറാൻ സാധിക്കും. നമുക്ക് നോക്കണം. നിയോൺ ടീമിന് മുകളിലേക്ക് കയറാൻ സാധിക്കുമോ? നിയോടെ ടീം എടുത്തിട്ടുണ്ട്. നിയോടെ അന്ന എൻ്റെ പോലെ നിയോടെ അന്യായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. DDസൺ ഫാൽക്കൺ ബീസ്റ്റ് അടിക്കുന്നു. എൻ്റെ പോലെ അടിച്ചു ലുട്ടാൻ ബീസ്റ്റ് അടിച്ചിരുന്നു. നിയോടെ
നിയോടെ ബീസ്റ്റിനെ ഫിനിഷ് ചെയ്തു. എൻ്റെ മനെ വിഷയങ്ങളെ അപ്പോൾ ലുട്ടാപ്പി ഒരു കിലോ 500 കിലോ 2 കിലോ സേഫ് ആക്കി ചെക്കന്മാർ 2 കിലോ സേഫ് ആക്കിയാണ്. DMR ഡൈനാമോ ഗെയിമിംഗ് ഹലോ അപ്പോൾ നിയോടെ പിള്ളേർ ഏകദേശം 2 കിലോ സേഫ് ആക്കിയാണ്. അപ്പോൾ ഇനി ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടോ ടീമിൽ? ഇല്ല, ആരും തന്നെ ബാക്കിയില്ല. 2 പ്ലേയേഴ്സ് മാത്രമുള്ളായിരുന്നു. DMR 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളായിരുന്നത്. DMR 2 പ്ലേയേഴ്സ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പ്ലെയറുടെ ഇല്ല, ഈ അടുത്തെങ്കില്ല ചെക്കൻ അടുത്തെങ്കില്ല എങ്കോ വിദൂരതയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിയോണാണ് ടോപ്പ് 3 പോസ്റ്റിലുള്ള ഒരു ടീം. #2 ആണ് ചെക്കന്മാർ. അപ്പോൾ അവരൊന്ന് വിചാരിക്കുകയാണെങ്കിൽ MS ഞാൻ മനത്തി അടിച്ചുകൊണ്ട് ടോപ്പ് 1 എന്ന ഫസ്റ്റ് പോസ്റ്റിലേക്ക് അത് സഹായിക്കും. അപ്പോൾ എക്സോഡ് പിള്ളേർക്ക് അവസരമുണ്ട്. എക്സോഡ് ഡെൻസിറ്റി നമുക്ക് നോക്കാം. ഡെൻസിറ്റി ഷാമുണ്ട്. അവിടെ എക്സോഡ് ആയിരിക്കണം. എക്സോഡ് സോലോഡ്, എക്സോഡ് ഫോസ്റ്റോഡ്, എക്സോഡ് ലോറോഡ്, എക്സോഡ് അനനുണ്ട്. എന്നോട് വിഷയം. അപ്പോൾ നമുക്ക് ടീനമ്മ ഐറ്റംസ് എന്ത് ചെയ്യാൻ സാധിക്കും? കേരടിച്ച് തീർത്തോണ്ട് പോകും. അത് എക്സോഡ് യോധ കഴിയുന്നു. ലോകം കേരളത്തിക്കുന്നു. അപ്പോൾ ടീനമ്മ ഡാൻസിൽ 24 അടിച്ച് 24 ആകോട്ടെ. 24 തിരിച്ചിട്ട് ആകോട്ടെ. 24 ഹീൽ ചെയ്യുന്നുണ്ട്. 24 ഹീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെടുക്കാം. അപ്പോൾ ഡാൻസിൽ ഒട്ടും കണ്ടില്ല. ബാക്കിരിക്കാണ്. നമുക്ക് അടിക്കുന്നു. എൻ്റെ മൊത്തം സ്കോപ്പ് അടിക്കുന്നു. ഇത്ര ക്ലോസ് റേഞ്ചിൽ എന്തിനാണ് സ്കോപ്പ് ചെയ്യുന്നത്? ഇത്ര ക്ലോസ് റേഞ്ചിൽ സ്കോപ്പ് ചെയ്യാൻ പാടുണ്ടോ? സൂര്യത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ എക്സോഡ് പിള്ളേർ നോക്കണേ. എക്സോഡ് 2 പ്ലേയേഴ്സ് നോക്കാം. എക്സോഡ് ലോകലെ പോസ്റ്റ് മാത്രമേ ബാക്കിയുള്ളത്. പോസ്റ്റ് തീർത്തുമ്പോൾ ഇല്ല ഡെൻസിൽ ടീമിൽ നിർത്തുന്നു. എൻ്റെ പോലെ എന്ത് ചെയ്യാം? ഡെൻസിൽ 24 അതെ ഡെൻസിൽ ടീമിൽ നെടുത്തുള്ളൂ നഷ്ടമാകുന്നു. ഡെൻസിൽ 24 ചെക്കൻ 3 കില്ലെടുത്തത് 3 നോക്കണം. ഡെൻസിൽ 24 ആണ്. എന്ത് ചെയ്യാം? നിർഭാഗ്യവശാൽ ഡെൻസിൽ 24 എക്സോഡ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സോഡിയെ മറുത്ത് തിരിച്ചടിച്ചുകൊണ്ട് ഡെൻസിൽ ലുട്ടു ലാസ്റ്റ് കിൽ സേഫ് ആയിക്കൊണ്ട് ഡെൻസിൽ ടീമിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ടോട്ടൽ 4 കിൽ ഡെൻസിൽ ടീം സേഫ് ആക്കിക്കൊണ്ട് എക്സോഡ് തീർന്നു പോകുന്നു. അങ്ങനെ എക്സോഡ് പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രതീക്ഷയാണ് ഡെൻസിൽ ടീമിന് മറ്റൊരു പ്രതീക്ഷയായി മാറിയിരിക്കുന്നത്. ഡെൻസിൽ ടീമിൽ കയറിയുള്ള മറ്റൊരു വിഷയം മാറിയിരിക്കുകയാണ്. DMR തീർന്നു പോയെന്നു. അതെ DMR ഒക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ സ്പെക്ക് MX അല്ല DMR തീർന്നില്ല. DMRന്റെ VVK DMR ഡെഡ്പൂളാണ്. അപ്പോൾ തീർന്നു പോയതാണ്. ഓ ഗായ്സ് തീർന്നു പോയത് DDസിലാണ്. തീർന്നു പോയത്. അപ്പോൾ നമുക്ക് DMR 2 പ്ലേയേഴ്സ് ഉണ്ട്. 2 പ്ലേയേഴ്സ് ഉണ്ട് DMRന്റെ. MX കുട്ടുന്നുണ്ട്. MXലെ വില്ലുണ്ട്. MXൽ ലോയിലുണ്ട്. MR റൈറ്റ് ഉണ്ട്. MR റൈറ്റ് പുതിയ റിക്രൂട്ടറാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് സ്പേസ് കൊടുത്തത്. അതുകൊണ്ട് മാത്രമാണ് പുതിയ റിക്രൂട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം സ്പേസ് കൊടുത്തത്. എന്നെ സ്ട്രീമിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്പേസ് കൊടുത്തത്. അപ്പോൾ ആഞ്ഞു പിടിച്ചാൽ മലയിൽ പോരും. അത്രേ ഉള്ളൂ. ആഞ്ഞു പിടിച്ചാൽ മലയിൽ പോരും. ആർക്ക് വേണമെങ്കിൽ ഇനിയും ഫസ്റ്റ് വരാം. ഒത്തുപിടിച്ചാൽ മലയിൽ പോരും. ടീം മൊത്തത്തിൽ വിചാരിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ടോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ DMസിലുള്ള ഫ്ലെയറൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഫ്ലെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. TFM മെക്കാനിക് ചെക്കന്മാർ കട്ടക്കിക്കുന്നുണ്ട്. DMR ഡൈനാമോ ഗെയിമിംഗ് DMR നോക്കി ആദർശ് മഹേന്ദ്രൻ DMR കാണിച്ചു. ഒന്ന് വേണമെങ്കിൽ കാണിക്കാം. ഒന്നുകൂടി കാണിക്കാം. നല്ല ശ്വാസം മുട്ടോട് അങ്ങോട്ടാണ് ഒച്ച അടഞ്ഞിരിക്കുന്നത്. ശ്വാസം മുട്ടോട് അതെ DMRന്റെ എന്താ കളിക്കാന്. അപ്പോൾ എൻ്റെ മോനെ ഇതെന്താണ് സംഭവിച്ചത്? സ്വന്തം നേടിയിൽ നോക്കാവുന്നു. എൻ്റെ മോനെ ഒരു ഒപ്പീനിയൻ ഒരേ ഓപ്പീനിയനായിട്ടിരിക്കുകയാണ്. VVK ഒരു ഒപ്പീനിയനായിരുന്നു. അപ്പോൾ ഡെഡ്പൂൾ വഴി റിവ്യൂ ആക്കാൻ പറ്റുന്നത് എന്താണ് സംഭവിച്ചത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിക്കാനും വിട്ടു. ഞാൻ കമൻറ്റ് നോക്കാൻ പോയി. എൻ്റെ മോനെ ഇതെന്താണ് സംഭവിച്ചത്? പെട്ടുപോയാണോ? ഇല്ല റിവ്യൂ ആക്കാൻ പറ്റുന്നത് എന്താണ് സംഭവിച്ചത്? VVK സ്വന്തം നേടിയിൽ നോക്കാവുന്നതാണ്. നമ്മൾ കണ്ടതാണ്. സ്വന്തം നേടിയിൽ നോക്കായിരിക്കുന്നു. അൾട്രാ പറ്റി പറയുകയാണെങ്കിൽ പോയിന്റ് ലെവൽ വളരെ താഴെയാണ്. പക്ഷേ എന്ത് ചെയ്യാം? അവരുടെ എഫേർട്ട് പല ടീംസും അൾട്രയേക്കാൾ മുകളിലുള്ള പല ടീംസും ഞങ്ങൾ തോൽവി സംഭവിച്ചുകൊണ്ട് പിന്മാറിപ്പോയി. പക്ഷേ അൾട്ര മാത്രം ഞങ്ങൾ തോക്കില്ല. അവസാന രസം വരെ പോയിരുന്നത് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ റൂം മാച്ച് കൃത്യമായി കളിച്ചു. അൾട്രയ്ക്ക് അതിന് വലിയൊരു ഷൗട്ടൗട്ട് നൽകുന്നു. അൾട്രാക്കാൻ അത് നമ്മൾ അംഗീകരിച്ച് പറ്റും. ഒരുവിധ ടീംസൊക്കെ ഞങ്ങൾ തോൽവി സംഭവിച്ച് പിൻവാങ്ങിയിരുന്നു. പക്ഷേ അൾട്രാ ടീംസ് പോയിന്റ് ടെബിളിൽ അവസാനമാണോ അല്ലെങ്കിൽ എത്ര സ്ഥാനമെന്ന് നോക്കില്ല. അവർ കളിക്കുന്നുണ്ട്. എല്ലാ മാച്ചിലും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. അതാണ് അൾട്രാ വിഷയം. അപ്പോൾ MS-യുടെ പിള്ളേരെ നോക്കിയാൽ MS-യുടെ ലുട്ടാപ്പി, MS-ഐ കോഡക്സ്, MS-ഐ മാർലി, MS-ഐ കോഡ്രൺ ചെക്കന്മാർ കട്ടക്കിക്കുകയാണ്. ഒരു കാര്യം MS-യുടെ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ചിരിക്കുന്ന ഒരു കാര്യം അവസാന സോണുകളിൽ ബാക്കിയുള്ള ടീംസിന് പണിയാവും.
എൻ്റെ മോനെ ഇതാണ് വണ്ടി കത്തിക്കുന്നു. കോട്ടിൻ്റെ വണ്ടി കത്തിക്കാനുള്ള പ്ലാനെന്ന് തോന്നുന്നു എൻ്റെ മോനെ വിഷയം. വണ്ടി ബഗ്ഗായിരിക്കുന്നു ഗൈസ്, വണ്ടി ബഗ്ഗായിരിക്കുന്നു. അപ്പോൾ MSLയുടെ പിള്ളേർ അവസാന സോൾമെൻ്റ് എന്തായാലും ഉറപ്പാണ്. മറ്റുള്ള ടീംസിലെല്ലാം കിടിലപ്പാടി. കാരണം ഇന്നലെ ഒരാളുടെ പവർ നമ്മൾ കണ്ടതാണ്. 1v7 ഒക്കെ എടുത്തു. അപ്പം 4 പേരോട് ഒരുമിച്ച് ചെയ്ത അവസ്ഥ പറയാനില്ല ബ്രോ. ഇന്ന് എല്ലാം ചാരിറ്റി ലൈവാണ് ബ്രോ. ചാരിറ്റി സ്ട്രീം ചെയ്യാൻ നമുക്ക് അത്രയും വാച്ചില്ല ബ്രോ, അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അവരൊക്കെ ചാരിറ്റി സ്ട്രീം ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഡൊണേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സോ അതുകൊണ്ട് തന്നെ വാച്ചോ കിട്ടുന്നില്ല. ചാനൽ വളരട്ടെ, നമ്മളൊക്കെ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ചാരിറ്റിയൊക്കെ ചെയ്യാത്തവർ മനുഷ്യരാണോ ചാരിറ്റി ചെയ്യാത്തവർ? അപ്പോൾ ഒത്തിരി സ്ട്രീമേഴ്സ് ചാരിറ്റി സ്ട്രീം ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ആ സ്ട്രീമൊക്കെ സപ്പോർട്ട് ചെയ്യുക. കേരളാവിയുടെ സ്ട്രീം കണ്ടിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രീമറിൻ്റെ സ്ട്രീം കണ്ടിരുന്നു. ഞാൻ കണ്ട സ്ട്രീമാണ്. അപ്പോൾ ഒത്തിരി പേര് ചാരിറ്റി സ്ട്രീം ചെയ്തിരുന്നു. ഞാൻ കണ്ടതാണ്. നമുക്ക് ചാരിറ്റി സ്ട്രീം അത്ര സപ്പോർട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ചാരിറ്റി സ്ട്രീം ഒന്നും ചെയ്യാത്തത്. അത് നമുക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ വളർന്നിട്ട് നമ്മളെല്ലാം ചെയ്യും. അപ്പോൾ എൻ്റെ മോനെ ഫൈറ്റ് മിസ്സാക്കി കമൻറ്റ് നോക്കുമ്പോൾ ഫൈറ്റ് മിസ്സാക്കി. ഈറ്റിന്റെ പിള്ളേർ ആരെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഈറ്റിന്റെ പിള്ളേർ ബ്ലാക്ക് ടോപ്സ് ഞാൻ ടീം നമ്പർ 1 ബ്ലാക്ക് ടോപ്സിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈറ്റിന്റെ ഇക്കാരിസ്. അപ്പോൾ ഈറ്റിന്റെ ഡിഗ്ഗർ മാത്രമാണ് നോക്കാനുള്ളത്. ഡിഗ്ഗർ 1 കില്ല്, ഗുലാൻ 3 കില്ല്. അവിടെ മാഫി അടിക്കുന്നു. ഡെൻസ് ടീമിൽ അടിക്കുന്നു. ഡെൻസ് ടീമിൽ ആരും നോക്കാനുണ്ട്. ഡെൻസ് ടീമിലെ പ്ലേയേഴ്സ് നോക്കാനില്ലല്ലേ. MX ലോൺ അടിക്കുന്നു. അപ്പോൾ ടീനമ്പർ 9 മാഫിയ ടീം വേഴ്സസ് ടീനമ്പർ ഡെൻസ് ടീമായിട്ട് ഫൈനൽ നടക്കുന്നത്. ഡെൻസ് ചാമ്പൻ നേടുന്നു. മാർക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അപ്പോൾ VIP മാത്രമേ ബാക്കി. സോണിലേക്ക് പോവുകയാണ്. VIP നോക്കണേ. DMC സൈക്കിൾ അടിക്കുന്നു. എൻ്റെ പോലെ DMC ഷാഹദ നോക്കാണ്. ചാപ്പിലുണ്ട്. MX ലോണെ തീർത്തുന്നുണ്ട്. MX വൈപ്പാക്കുമോ? MX കുട്ടുസനാണ്. വില്ലൻ മാത്രമാണ് ബാക്കിയുള്ളത്. വില്ലൻ VS ലോണൊക്കെ നോക്കുന്നുണ്ട്. വില്ലൻ VS ഒക്കെ നോക്കുന്നുണ്ട്. എൻ്റെ പോലെ തീർന്നു. അപ്പോൾ MXയുടെ വില്ലൻ മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടുസനെ നോക്കാണ്. DMCയിലുള്ള MX തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വില്ലൻ മാത്രം ബാക്കി. വില്ലൻ ചെയ്യാതാക്കിയോ? വില്ലൻ പയ്യെ റെഡൊക്കെ നോക്കുന്നുണ്ട്. VS കയ്യിലുണ്ട്. കാച്ച് തലയടിച്ച് വരക്കി. ഇല്ല ഞങ്ങൾ പയ്യെ ബാക്കറങ്ങാണ്. അപ്പോൾ അവൾ ഫൈനലൊക്കെ ഡെൻസിൽ തിരിച്ചു പോകാം. ഡെൻസിൽ ടീമാണ്. ഡെൻസിലെ സൂര്യനുണ്ട്. ഡെൻസിലെ ശ്യാമുണ്ട്. ചെക്കന്മാർ മാഫിയായിട്ട് വലിച്ചിരിക്കുകയാണ്. മാഫിയുടെ പിള്ളേർ തിന്നെ പറ്റി ചുറ്റുമാണ്. മാഫിയുടെ ക്യൂനുണ്ട്. മാഫിയുടെ മാർക്കുണ്ട്. മാഫിയുടെ ഗിഫ്റ്റുണ്ട്. മാഫിയുടെ നാൻസി ഉണ്ട്. നമുക്ക് ഫൈനൽ മാഫിയ കളിക്കുന്നു. ഇല്ല മാഫിയ കളിക്കുന്നത് കാണുന്നില്ല. വ്യൂ കിട്ടുന്നില്ല. എൻ്റെ പോലെ MX പോയി MX ഒറ്റപ്പിള്ള ബാക്കിയുണ്ട്. മുത്തന്നി പേടിക്കുന്ന MX മൊത്തത്തിൽ തീർന്നിട്ടില്ല. MXയുടെ വില്ലൻ ഇപ്പോഴും ബാക്കിയുണ്ട്. കാനലൊരു തരി മതി. അപ്പോൾ ടീം നമ്പർ 9 ഡെൻസിൽ 2 പിള്ളേരും ബാക്കിലാണ്. 2 പ്ലേയേഴ്സ് ബാക്കിക്കാണ്. ചെക്കന്മാർ പയ്യ ബാക്കിക്കാണ്. എന്ത് ചെയ്യാൻ സാധിക്കും. MXലോട്ട് MR എങ്ങനെ? MR എവിടെയാണ്? MR അല്ലാതെ MXലോട്ട് MR അല്ല, അവരുടെ പുതിയ റിക്രൂട്ടാണ്. ഇന്നലെ റിക്രൂട്ട് ചെയ്ത പ്ലെയറാ. അപ്പോൾ ലൈനപ്പിന് കളിപ്പിക്കാൻ കൊണ്ടുവന്നെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് റൂം തരുന്ന അരമണിക്കൂർ മുമ്പ് വിളിച്ച് പറഞ്ഞു കിക്കൗട്ട് ചെയ്യാൻ പോയപ്പോൾ. കിക്കൗട്ട് ചെയ്യല്ലേ അത് പ്ലെയറാണ്, അതുകൊണ്ട് മാത്രമാണ് കിക്ക് കളയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇളവ് കൊടുക്കണം. ലാസ്റ്റ് ഡേ ഇത്രയും ദിവസം നമ്മളോട് സഹകരിച്ച ടീമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റാണ്. ശരിയാണ്, ഇത്രയും ദിവസം നമ്മളോട് സഹകരിച്ച ടീമാണ് അവരൊക്കെ. അപ്പോൾ നമ്മൾ മാന്യമായിട്ട് ഇടപെടുക. അപ്പോൾ നമുക്ക് ഫൈനലൊക്കെ ചാൻസ്. അതിൻ്റെ മേലെ ഫൈറ്റ് മിസ്സാക്കുന്നു. ഞാൻ കമൻറ്റ് വായിക്കാൻ പോകുന്നു. ഫൈറ്റ് മിസ്സാക്കുന്നു. ഫൈറ്റ് നോക്കണം. വില്ലൻ ഇല്ലയോ അത് മതി. MXക്ക് എൻ്റെ മോനെ വില്ലൻ ഇല്ലയോ അത് മതി എന്നൊക്കെ പറഞ്ഞോട്ടെ. വിഷയം. അപ്പോൾ ഡെൻസിന് സൂര്യയുടെ പയ്യെ മതിലെ ബാക്കിൽ കവർ നോക്കാം. എയർ വ്യൂ നോക്കാം. അപ്പോൾ മാർവയുടെ പിള്ളേരെ പയ്യെ TV തരാം. ആ പനിയാണ്. ചെറിയ വലിയ പനിയാണ്. മൂക്കൊക്കെ അടച്ചിരിക്കുക. ശ്വാസം നല്ല ആകപ്പാടെ ശ്വാസം കിട്ടുന്ന വായിക്കണം. കമൻറ്റ് പറഞ്ഞപ്പോൾ വായിക്കുന്ന ശ്വാസം കിട്ടുന്നില്ല പുല്ല്. അപ്പം മാഫിയുടെ നാൻസി നിൽക്കുന്നത്. ഒരു ഹായ് മൊത്തം. അപ്പോൾ മാഫിയുടെ നാൻസി അടിക്കുന്നു. ഡെൻസിൽ ശ്യാമോടെ നോക്കാവുന്നത്. എൻ്റെ മേലെ മാഫിയുടെ ക്യൂ അടിക്കുന്നു. മാഫിയുടെ പെൺകരുത്ത് മാഫിയ ക്യൂ അടിക്കുന്നു. ഡെൻസിൽ ശ്യാമോടെ നോക്കാവുന്നു. ഡെൻസിൽ സൂര്യ മാത്രമാക്കി. സൂര്യ തിരിച്ചിരിക്കുന്നു. ക്യൂ ടാഗ് ഇടുന്നില്ല. മാഫിയുടെ ഉള്ളിൽ പറയുന്നു. മാഫിയ നാൻസി കയറുന്നു. മാഫിയ ക്യൂ കയറുന്നു. ഡെൻസിൽ സൂര്യ മാത്രമാക്കി. സൂര്യ തീർന്നു. സൂര്യ തീർന്നു. ഡെൻസിൽ ടീമിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മാഫിയുടെ പെൺകരുത്തുകൾ. മാഫിയ നാൻസി തീർന്നു കൊടുത്തു. ഡെൻസിന്റെ എന്ത് ചെയ്യാം. നിർഭാഗ്യം. ഇതെന്താണ് കളി കഴിഞ്ഞ് എൻ്റെ മോനെ ഇത് ഹാക്ക് വല്ല വന്നോ? 900 ഉണ്ടേക്കാൻ പോകുന്നത്. 900 ഉണ്ടേക്കാൻ പോകുന്നത്. എൻ്റെ മൊത്തം കളി കഴിഞ്ഞു. എൻ്റെ ദൈവം എപ്പോഴെങ്കിലും വെടി നിർത്തിയ വലിയ കാര്യമായി. വിരമിച്ചതാണോ?
പണിയാണ്. എതിരാളികളെ വില്ലനാണ് വലതെടുത്ത് MXC വില്ലൻ ഒപ്പി. അതെ MXC വില്ലൻ. ആ ഒറ്റയാണ് നമുക്ക് നോക്കണം. ആ ഒറ്റയാണ് എവിടെ? ഒറ്റയാണ് തീർത്തു വിട്ടു. എൻ്റെ മോനെ ഒറ്റയാനൊക്കെ തീർത്തു വിടുന്നു. എൻ്റെ മോനെ ഒറ്റയാണ് തീർത്തു വിടുന്നത്. ഒറ്റയാണ് ടീമം നോക്കാം. നമ്മുടെ ടീമിന് റിന്യൂ, ടീമിന് സീനുണ്ട്, ടീമിന് ജോസോട്, ടീമിന് മെക്കാനിക് ഉണ്ട്. ചെക്കന്മാരെ കട്ടക്കിക്കാണ്. എനിക്ക് തോന്നുന്നു MXC അണ്ണാക്കിലാണ് കളിച്ചു തീർന്നത്. അത് MXC എടുത്തിട്ടുണ്ട്. MSC മാർലിയാണ് അവിടെ വിൽക്കുന്നത്. MSC മാർലി ചെക്കൻ ഒരു പ്ലെയറൊന്നും ഒന്നുമല്ല. അപ്പോൾ MSC എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കണം. അതേ മാർലി കൊണ്ടിരുന്നുണ്ടോ? മാർലി ഉണ്ട് ഇവിടെ. മാർലി ഉണ്ട്. അതേപോലെ വേറെ പ്ലെയർ തൊട്ടടുത്തുണ്ട്. തീർന്നു പോയി. അപ്പൊ ലുട്ടാപ്പി ഇറങ്ങുന്നു. ലുട്ടാപ്പി ഇവിടെ വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മുത്തല ചെന്ന് കയറി കൊടുക്കല്ലേ. പൊടി പോലും കിട്ടുന്നില്ല. അവന്മാർ തീർത്ത് കളയും. അപ്പൊ ടീം നമ്പർ 6 ലുട്ടാപ്പി അമ്പസടി, കോടക്സ് അമ്പസടി, മാലി അമ്പസടി, കോടയുടെ അമ്പസടി ചെക്കന്മാരുടെ നിൽക്കുകയാണ്. TFM തൊട്ടടുത്ത TFMനുള്ളതാണ്. TFM നമ്മുടെ മോൺസ്റ്റർ ജോസുവിന്റെ സ്വന്തം ടീം TFMനുള്ള തൊട്ടടുത്തുണ്ട്. ആരോ നേടൊക്കെ ആരോ വാരി വലിച്ചെറിയുന്നുണ്ട്. എന്റെ മന നോക്കണം എന്ത് സംഭവം. അവിടെ മാറി നോക്കാം. TFMനെ നോക്കാം. TFMന് റിഞ്ചു ആണ് അടുത്തത്. TFM സിന്നും. അതെ TFMന്റെ പ്ലേയേഴ്സൊക്കെ ചേർന്നിട്ട് ജോസിനെ കണ്ടിരിക്കുന്നു. നമ്മുടെ മോൺസ്റ്റർ ജോസിനെ കണ്ടിരിക്കുകയാണ്. കോട്ടയുടെ കണ്ടിരിക്കുകയാണ്. കോട്ടയുടെ തന്നെ ടാഗ് കൊടുക്കുന്നില്ല. രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലുള്ള മെക്കാനിക്കാണ് തൊട്ട് ഫ്രണ്ടിലുള്ളത്. ഏറ്റവും ക്ലോസിലുള്ള മെക്കാനിക്കാണ്. കയറി വരാമില്ല. കുറച്ച് ഓപ്പണാണ്. കയറി വരുന്ന കാര്യം ചിലപ്പോൾ പാടാണ്. ഓപ്പണിംഗ് അടിക്കേണ്ടി വരും. അപ്പോൾ മെക്കാനിക് കളിക്കുന്നു. മാർലിയാണ് തോന്നുന്നത്. മാർലിക്കാണ് ടാഗ് കിട്ടുന്നത്. മാർലി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ TFM 2 പ്ലേസ് ബാക്കിയോട്. എൻ്റെ മനെ കോടോട് ഇറങ്ങി വരും. മൂലയുടെ ഉറപ്പാണ്. എൻ്റെ മനെ കോടോട് ഇറങ്ങിയത്. കോഡിൽ അവിടെ നിൽക്കുകയാണ്. കോഡിൽ ഒന്ന് കറങ്ങുകയാണെങ്കിൽ, ഒരു സ്മോക്ക് ചെയ്ത് കോഡോട് ജസ്റ്റ് ഒന്ന് കറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും TFMന്റെ അതിൽ പോക്കാണ്. TFM 2 പ്ലേസിൻ്റെ പോക്കാണ്. നമുക്ക് നോക്കാം എന്ത് സാധിക്കും. ഇങ്ങനെ സ്മോക്ക് വീണിക്കുന്നു. എന്തിനാണ് സ്മോക്ക് ഇട്ടത്? അവന്മാർക്ക് കയറിയാൻ വേണ്ടിയാണോ? അടി വരുന്നു. വേറെ അടി വരുന്നു. ലുട്ടാപ്പി അമ്പസറ്റി പയ്യെ ആരും കണ്ടില്ല. പയ്യെ കറങ്ങി നൈസായിട്ട് കറങ്ങി കയറി വരുന്നു. ഇനി അടിയുടെ വെടിയുടെ പോലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ മെക്കാനിക്ക് നോക്കാവുന്നു. കോഡക്സ് അമ്പസറ്റി കളിക്കുന്നുണ്ട്. വിഷയകളി MS പിള്ളേർ ഗിയർ മാറ്റിക്കാണ്. ഫുൾ ഓൺ ഫുൾ പവറിലേക്ക് അയക്കുകയാണ്. നമുക്കൊക്കെ എന്ത് സംഭവിക്കും. അപ്പോൾ TFM അൾട്രായിരിക്കുന്നു. MS പഠിക്കുന്നു. തേർഡ് പാർട്ടി ഇടുന്നു. അൾട്രാ പിള്ളേർ കോഡ്രഡ് MS തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ദിവസം എല്ലാ ടീമിന്റെ അടി കൊണ്ട് പോയിന്റ് ഏറ്റവും അവസാനമായി പോയ അൾട്രാ ഇതാ ഒരു കിടിഞ്ഞൻ തിരിച്ചു വരും. MS നെഞ്ചത്ത് പൊങ്കാല ഇട്ടുകൊണ്ട് തിരിച്ചു വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 1000 അടി അടിച്ചാൽ ഒരു അടിയെങ്കിലും തിരിച്ചടിക്കണം. ആ ഒരു അടി അടിക്കുന്നു. അൾട്രാ അടിക്കുന്നു. വീട്ടിലൊക്കെ അൾട്രാ നോയ്സി. എന്റെ മോനെ അൾട്രാ നോയ്സ് അടിക്കുന്നു. MS ലുട്ടാപ്പിനൊക്കെ അടിക്കുന്നു. അൾട്രാ MS വിഷയകളി. അപ്പൊ TFM മാർലി MS നോക്കുന്നു. മാർലിയുടെ എന്റെ വരെ മാറി തീർന്നു. കോഡക്സ് തീർന്നു. ആ കോഡക്സ് മാത്രമാണ് മക്കള്. MS പണി കിട്ടുന്നു. വിഷയങ്ങളി അൾട്രാ വിഷയങ്ങളി. അതെ, 1000 അടിക്ക് ശേഷം അവരുടെ അടി തിരിച്ചടിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരടി അവർ തിരിച്ചടിച്ചിരിക്കുന്നത്. ആ അടി MS നെഞ്ചത്ത് അടികൊണ്ടിരിക്കുന്നത്. അപ്പൊ കോഡക്സ് മാത്രമാണ് ബാക്കിയുള്ളത്. പണി കിട്ടുന്നു. അൾട്രാ നോയ്സി നമ്മളെ കിഡിയസ് പ്ലേ ആണ്. അൾട്രാ നോയ്സി എന്റെ മോനെ നോയ്സിനെ കിടിയ കളിയാണ്. അപ്പോൾ DFC ഈഗിൾ വീഴുന്നുണ്ട്. അപ്പോൾ മണ്ടയ്ക്ക് നമ്മൾ TFMനുള്ള മൂന്നിൽ നിൽക്കുന്നു. നമുക്കത് നോക്കാം. നമുക്കത് കവർ ചെയ്യാം. DFC വേഴ്സസ് ഈഗിളാണ്. ഇന്ത്യൻസാണ്. DFC വേഴ്സസ് ഇന്ത്യൻസാണ് വരെ എടുക്കുന്നത്. DFC അടിക്കുന്നു. അന്യായ സ്പ്രേ വരുന്നു. ഡിങ്കർ നോക്കാവുന്നു. DFC കയറുന്നു. സൈക്കിൾ DFC ഷാദ് കയറുന്നത്. ഡിങ്കർ തീർന്നു. അപ്പോൾ ഗുലാൻ വരുന്നു. അടിച്ചത്. അതെ ഗുലാൻ നോക്കാതെ ഈഗിൾ മാത്രമാണ് ബാക്കിയുള്ളത്. DFC കയറുന്നു. അപ്പോൾ ഈഗിൾ മാത്രം ബാക്കി. പയ്യെ പൊങ്ങിയിരിക്കുന്നു. ഈഗിൾ പോയി. ഇക്കാര്യത്തിലാണ് ബാക്കിയുള്ളത്. ഇക്കാര്യത്തിൽ ഈഗിൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈഗിൾ ഹീലാക്കുകയാണ്. ഷാദ് കണ്ടിട്ടില്ല. എന്റെ മോനെ അങ്ങോട്ട് മൂടിത്തിരിക്കുന്നത്. അടിയാമത്തെ അടിച്ചിട്ട് തീർത്ത് വിടുന്നു. തീർത്ത് വിടുന്നു. ഗായ്സ് തീർത്ത് വിട്ടിരിക്കുകയാണ്.
ETC തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ETCനുള്ള കില്ലെടുത്തോ ഇല്ല നമുക്കറിയാം. ETCനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ടോപ്പ് 3 പൊസിഷനിൽ എത്താൻ ചാൻസ് ഉണ്ടായിരുന്നു. ടോപ്പ് 3 പൊസിഷനിൽ എത്താൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ നിർഭാഗ്യവശാൽ ചാൻസ് ഇല്ലാതാവുന്നു. അപ്പോൾ അത് തിരിച്ചു പോകാം. അപ്പോൾ MS-13 കോഡെക്സ് ആണ് ഒരൊറ്റ ആൾ പോരാളിയെ പോലെ പടം വെട്ടുകയാണ്. തൊട്ടടുത്ത് ടീം നമ്പർ 17 അൾട്രാ ഡബിൾ എടുത്തിട്ടുണ്ട്. കണ്ണിൽപ്പെട്ടാൽ തീർന്നു. അപ്പോൾ അൾട്രാ ASPയുടെ പയ്യെന്ന് പറയാം TMNWiller വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. TMNWiller പയ്യെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഡെക്സ് എത്തുന്നു. കോഡെക്സ് രണ്ടിൻ്റെ ഇടയ്ക്കാണ്. ഇല്ല കോഡെക്സ് സൈഡ് വലിച്ചിട്ടുണ്ട്. കിട്ടിയത് പറഞ്ഞ് കോഡെക്സ് സൈഡ് വലിയുന്നു. അപ്പോൾ അൾട്രാ അടിക്കുന്നു. TMN നോക്കാം. ജോസുവായിട്ട് റിൻഡോ മാത്രമാണ് ബാക്കിയുള്ളത്. ജോസും റിൻഡോ ചെക്കന്മാർ വണ്ടി വരുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവിടെ ചെക്കന്മാർ പയ്യെ വണ്ടി എടുത്ത് വരുന്നു. അപ്പോൾ MRന്റെ ഒറ്റ പ്ലെയർ മാത്രമാണ് ബാക്കിയുള്ളത്. MRന് VIP മാത്രമേ ബാക്കിയുള്ളൂ. VIP മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ DMC ബ്രോ DMR എവിടെയാണ്? DMR നോക്കാൻ മൊത്തം DMR എവിടെയാണ്? DMRന്റെ VVK DMR ഡെഡ്പോൾ ചെക്കന്മാർ പയ്യെ സോണൊക്കെ കറങ്ങുന്നുണ്ട്. ഡുവോ സ്കോഡാണ് ചെക്കന്മാരുടെ അവസ്ഥ. എന്ത് ചെയ്യാം? ഡുവോ സ്കോഡാണ് കളിക്കുന്നത്. അപ്പോൾ ആക്സിഡന്റ് ഫുൾ ടീം ഉണ്ട്. ചിക്കനുണ്ട്. ആക്സിസ് ആയി ചെക്കന്മാരുടെ കട്ടക്കിക്കാണ്. ചെക്കന്മാരെ കട്ടക്കിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ചിക്കനുണ്ട് ചെക്കന്മാർ. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് മാച്ച്. ഈ കളി തീരുമാനിക്കും ആരാണ് ടോപ്പ് 3 ടീംസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2.2K പ്രൈസ് പൂളിന് അർഹരായവർ ആരൊക്കെ ഈ കളി തീരുമാനിക്കും. അപ്പോൾ മുകളിലുള്ളവർ താഴെയുള്ളവർ മുകളിൽ പോകാം. എന്ത് സംഭവിക്കാം? കളികൾ തീരുമാനിക്കും. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ നമുക്ക് DMC വെക്കാം. DMC ഫൈറ്റ് കഴിഞ്ഞ സോണിലേക്ക് പോവാണ്. നാളത്തെ ഒരു കസ്റ്റം ശരിയാക്കാം. എൻ്റെ തൊണ്ട ശരിയാക്കട്ടെ. എൻ്റെ തൊണ്ട വല്ലാത്ത അവസ്ഥയാണ്. തൊണ്ടയ്ക്ക് നല്ല വേദനയാണ്. ഒരു രക്ഷാത്ത വേദന തൊണ്ടയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ കസ്റ്റം നിർത്തി വെച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടീം ഏതാണ്? ഫസ്റ്റ് ടീം MS-13 ആണ്. MS-13ന്റെ കോഡെക്സ്. ഒരു പക്ഷേ കോഡെക്സിനെ കുറച്ച് നേരത്തെ തീർത്തു വിടാൻ സാധിക്കുകയാണെങ്കിൽ MS-13ന്റെ പൊസിഷന് താഴാൻ സാധിക്കും. നിയോന്റെ പിള്ളേർക്ക് മുകളിലേക്ക് വരാൻ സാധിക്കും. അതാണ് കോഡെക്സ് നിൽക്കുന്നവർ പൊസിഷൻ പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോഡെക്സ് എത്ര നേരം സ്റ്റാൻഡ് ചെയ്യുന്നു അത്ര നേരം അവർക്ക് പൊസിഷൻ പോയിന്റ് കിട്ടും. അതാണ് വിഷയം. അതാണ് അവരുടെ തന്ത്രം. കോഡെക്സിനെ പയ്യെ നിലനിർത്തി പൊസിഷൻ പോയിന്റ് കിട്ടുക. അതാണ് MS-13ന്റെ തന്ത്രം. അതാണ് കോഡെക്സ് പയ്യെ ബാക്ക് വഴി കളിക്കുന്നത്. കോഡെക്സ് സോണിലേക്ക് വരുന്നുണ്ട്. പൊസിഷൻ പോയിന്റ് നിലനിർത്താൻ വേണ്ടിയാണ് കോഡെക്സ്. അപ്പോൾ മാഫിയുടെ മാർക്ക് കൊടുക്കുന്നുണ്ട്. നിയോൺ ടാപ്പ് എൻ്റെ പയ്യൻ നിയോൺ ടാപ്പ് തീർത്തായിരുന്നു. മാഫിയ മാർക്കാണ് നിയോൺ ടാപ്പ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. മാഫിയുടെ മാർക്കേ നോക്കുന്നത്. അപ്പോൾ നിയോൺ അന്ന അടിക്കുന്നു. ഗിഫിനെ നിർത്തുന്നു. അടി വരുന്നു. അന്നക്കടി വരുന്നു. ക്യൂരോടെ 2 ക്യൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ആയിരിക്കും തീർന്നു. നിയോണിനെ തീർന്നു. എൻ്റെ മോനെ നമ്പർ 1 പോസ്റ്റിലെത്താൻ ചാൻസ് ഉള്ള ഒരേ ഒരു ടീമായിരുന്നു നിയോൺ. പോയിന്റുകളുടെ വ്യത്യാസം വെച്ച് നമ്പർ 1 എത്താൻ ചാൻസ് ഉള്ള ഒരേ നിയോൺ. ആ നിയോണിനെ അവരുടെ പ്രതീക്ഷകളിലെ അസ്ഥാനത്തായിക്കൊണ്ട് മാഫിയയുടെ പെൺകരുത്ത് തീർത്തു വിടുന്നു നിയോൺ ടീമിനെ. വിഷയം കളി എൻ്റെ മോനെ വിഷയം കളി ഒന്നും പറയില്ല. അപ്പോൾ ഈ നമുക്കൊക്കെ ഫൈറ്റോടെ ചെക്കൻ ചെക്കന്മാരെ പയ്യ ടീം SP4 का പൈസ എനിക്ക് തൊട്ട് വേണ്ടി ടീം നമ്പർ 20യുടെ MR VIP നിൽക്കുന്നുണ്ട്. VIP മിക്കവാറും RIP ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ RIP ആവാൻ ചാൻസ് ഇല്ല. VIP പയ്യെ വെടിവെക്കുന്നില്ല. ഒച്ച ഒന്നും ഉണ്ടാക്കാതെ VIP പയ്യെ മാറിയിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ഡ്രോപ്പൊക്കെ എപ്പോഴും ആരോ പറക്കിക്കൊണ്ട് പോയി. അപ്പോൾ ടീം നമ്പർ 30 SP4 ഉണ്ട്. തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ട്. MR VIP RIP ആകുന്നില്ല. ചെക്കൻ വെടിവെക്കുന്നില്ല. അനങ്ങാതെ നിൽക്കുന്നു. അപ്പോൾ DMCയുടെ ഫുൾ സ്കോഡ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ടീം നമ്പർ 30 SP4 ഫുൾ സ്കോഡ് ബാക്കിയുണ്ട്. അൾട്രയുടെ ഫുൾ സ്കോഡ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ടീം നമ്പർ 22 മാഫിയുടെ 3 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. ടീം നമ്പർ 24 ആക്സിസിന്റെ 4 പ്ലേയേഴ്സും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് കിടിലം കിടക്കുന്നത്. MS-13 കാര്യം അച്ചാറാക്കി. പക്ഷേ എന്ത് ചെയ്യാം? കോഡെക്സ് നിന്നു. ഒരു പക്ഷേ വൈപ്പ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നതിൽ നിയോണിന് അതൊരു അഡ്വാൻറ്റേജ്. നിയോണിന് കയറി വരാൻ അതൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനി പ്രതീക്ഷയുള്ളത് ടോപ്പ് 1ലേക്ക് സാധ്യതയുള്ള ടീമാണ് ടീം SP4. ഓൾറെഡി 3 SP4 കിൽസ് ഒന്നുമില്ല. അപ്പോൾ #3 നിൽക്കുന്ന ടീമാണ് SP4. 3ാം സ്ഥാനമാണ് SP4 നിലനിർത്തുന്നത്. അപ്പോൾ SP4ന്റെ പിള്ളേർ ഇനി കില്ലെടുത്തുന്ന റഷ്യ കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം പൊസിഷൻ പോയിന്റ് കിൽ പോയിന്റ് വെച്ച് ചെക്കന്മാർക്ക് കയറാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു ഭാഗ്യം വരുന്നുണ്ട്. പോകുന്നു. കോഡെക്സ് സംബന്ധിച്ച് പോകുന്നു. രക്ഷപ്പെട്ടു പോകുന്നു. കോഡെക്സ് രക്ഷപ്പെട്ടു പോകുന്നു. ഒരു സ്കോഡിന്റെ നടുവിലൂടെ കോഡെക്സ് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. ടീം നമ്പർ 30 SP4 രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇനി ഫൈറ്റോടെ സോൺ ചെയ്താലോ. എൻ്റെ മോനെ സോണൊക്കെ ഇത്ര ചെയ്തതാണ്. സോണൊക്കെ നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട്.
ഏകദേശം ടീംസ് എല്ലാം സോണുണ്ട്, ഏകദേശം എല്ലാം ഒരുവിധ ടീംസ് എല്ലാം സോണിലെത്തിരിക്കുകയാണ്. നമുക്ക് സോണിലേക്ക് പോകാം, സോണിനകത്തേക്ക് പോകാം. അപ്പോൾ ടീം നമ്പർ 30 സോണോട്ടാണ്. ടീം നമ്പർ 13 SP4 ആണ്. ചെക്കന്മാർ സോണിൽ പോകണം. അതുപോലെ ടീം നമ്പർ 16 സോണോടാണ്. ടീം നമ്പർ 29 MRന്റെ പിള്ളേരായിരുന്നു, MRനെ കേൾക്കാൻ. അത് MR VIP സോണോടാണ്. ബാക്കിയുള്ള ടീംസൊക്കെ ഏകദേശം സോണിനകത്തുണ്ട്. അപ്പോൾ നോക്കാം എന്നോട് കോഡക്സ് MS30 ആണുണ്ട്. MR VIP ആണെന്നു. കോഡക്സ് MS30 1v1 സിറ്റുവേഷൻ ആണ്. 2 പേര് സോളോസ് ആണ്. 2 പേരെ സ്കോഡ് ഇല്ലാതിരിക്കുന്നത്. 2 പേര് സോളോ ആണ്. സോളോ 1v1 സിറ്റുവേഷൻ. കോഡക്സ് MS30 വേഴ്സസ് MR VIP ആണ് ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ കോഡക്സ് കണ്ടോ, വേറെ വണ്ടിയുടെ പോകണം. മുത്തേ അടിച്ചു വിളിച്ചാൽ അതിൻ്റെ പോക്കാണ്. അടിച്ചു വിളിച്ചാൽ പോക്കാണ്. അപ്പോൾ കോഡക്സ് നോക്കാം. കോഡക്സ് വഴി ബാക്ക് വഴിയിരിക്കുകയാണ്. ഇല്ല, ഞാൻ നിന്റെ ഉള്ളിലേക്ക് വരില്ല, എനിക്ക് എൻ്റെ പൊസിഷൻ പോലും നിലനിർത്തണം, എൻ്റെ ടീമിന് മുന്നേ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോഡക്സ് MS30 ബാക്ക് വലിയുന്നു. MR VIP ബിൽഡിംഗ് കയറുന്നുണ്ട്. അപ്പോൾ കോഡക്സ് MS30 നേടുത്തുന്നു. അതൊരു ഒപ്പീനിയഡ് ആവുമോ? ഇല്ല, നേടിതിരിച്ചു ഫൂട്ടിട്ടിൽ നിന്നു. ചെക്കമ്മയെ ഡ്രിങ്ക് അടിച്ചിരിക്കുന്നുണ്ട്. മുത്തേ സോണി പോകണം, ഇവരടിച്ചിട്ട് വേറെ സോണി പോ. അപ്പം ഞാൻ എടുത്ത് ഫൂട്ട് കിട്ടി. അതെ, MR VIP ഫൂട്ട് കൊടുത്തിട്ടുണ്ട്. നേടുന്നു. ഓപ്പീനിയഡ് ആവുമോ? നോക്കണം. MR VIP തീർന്നു. ഒരു ഓപ്പീനിയഡിലൂടെ നമ്മുടെ സ്വന്തം MS30 കോഡക്സ്. ഇന്നലെ മാർലിയാണെങ്കിൽ ഇന്ന് കോഡക്സ് ആണ്. അതെ, പൊരി നിൽക്കാൻ ഇന്ന് MS30 പ്ലേയേഴ്സ് ബാക്കിയുണ്ടാവും. അതെ, MS30 പ്ലെയർ ഇന്ന് കോഡക്സ് ആണ്. ഇന്നലെ മാർലി, ഇന്ന് കോഡക്സ് നയിക്കുന്നു MS30. വിഷയം ഓരോ ഒപ്പീനിയഡ്. അപ്പോൾ സോളിലേക്ക് ചോദിച്ചോ. അപ്പോൾ മാഫിയുടെ പ്ലേസൊക്കെ പൈസ സോളിലെത്തില്ല. അപ്പോൾ ഇനി ഫൈവ് ചാൻസ് DMCയുടെ പിള്ളേർ. എൻ്റെ മനെ ഫുൾ ഓപ്പണാണ് കളി. സോൺ മേടിച്ചതാണ്. അവസാന സോളിൽ ഇടിപെട്ടികളാണ്. അപ്പോൾ അടി വരുന്നു. ബാക്കിൽ അൾട്രാ പിള്ളേർ അടിക്കുന്നു. അൾട്രാ നോയ്സ് ചെയ്യുന്നു. നോയ്സ് അടിച്ച് ആരാണെന്നറിയില്ല. ചാപ്പിൾ അടിക്കുന്നുണ്ട്. ഷഹദ് നോക്കാന്നു. ആക്സിസ് റോഗ് അടിക്കുന്നു. എൻ്റെ ഒരു അൾട്രാ റാംബോടെ MK കിടിലാടി റോഗിലടിക്കുന്നു. ആക്സിസ് റോഗിലടിക്കുന്നു. റോഗ് വഴി ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ DMCയിലുള്ള ആരുടെ ബാക്കിയുള്ളത്? DMCയിലെ ചാപ്പിളി നോക്കാവുന്നു. DMCയിലെ ഷഹദ് നോക്കാവുന്നു. DMCയിലെ ചാർലി ബാക്കിയുണ്ട്. DMCയിലെ സൈക്കിൾ ബാക്കിയുണ്ട്. 2 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. 2 പ്ലേയേഴ്സ് നോക്കുവാണ്. അപ്പോൾ അൾട്രയുടെ ഇവിടെ തീർന്നുണ്ട്. അപ്പോൾ ആക്സിസ് റോഗ് അടിക്കുന്നു. റോഗിൽ നമുക്ക് വെക്കണം. അപ്പോൾ ആക്സിസ് നോക്കുന്നത് എൻ്റെ DMCയിലുള്ള DMR ഡെഡ്പൂൾ മാത്രം ബാക്കി. ഡെഡ്പൂൾ തീർത്ത് വിടുന്നു. ടീം നമ്പർ 24 ആക്സിസ് റോഗ് മൊത്തത്തിലില്ല. ആക്സിസ് റോഗ് എൻ്റെ പോലെ ആക്സിസ് റോഗ് 3 ബാക്കി. അപ്പോൾ ആക്സിന്റെ ആക്സിന്റെ റോഗ് മാത്രമേ ബാക്കിയുള്ളൂ. ഹരി നോക്കാണ്. ഹരിയെ പൊക്കാൻ സാധിക്കുമോ റോഗിന്? അപ്പോൾ അടുത്തൊരു വണ്ടി പോകുന്നുണ്ട്. കോഡക്സ് വരുന്നു. കോഡക്സ് കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കണം. കോഡക്സ് വഴി വണ്ടി എടുത്ത് കറങ്ങാണ്. ഈ അടിയുടെ ബാലത്തിലേക്ക് കറങ്ങണം. കോഡക്സ് വണ്ടി എടുത്ത് ഇറങ്ങണേ. റോഗിന് കണ്ടിരിക്കുന്നു. പകരം വീട്ടാൻ വരുന്നു. ഇന്നലത്തെ കണക്ക് തീർക്കാൻ കോഡക്സ് വരുന്നു. മാർലിയെ തന്നതിന്റെ പകരം വീട്ടാൽ. അപ്പൊ എന്തിയാ സാധിക്കും? നേരെടുക്കുന്നു. എന്റെ റോഗ് അടിക്കുന്നു. എന്റെ മുത്തുമണി ഗണ്ണെടുക്ക് കൈ തലങ്ങും വിലങ്ങുവാടി. എന്റെ മോനെ TFFന്റെ റിൻഡോ കൊണ്ടുവരികയാണ്. ഒരു കിടക്കച്ചി കുമ്മൻ എന്റെ മോനെ TFF റിൻഡോ കൊണ്ടുപോകുന്നു. കോഡക്സ് MS30 ബാക്കിൽ നിന്നും റോഗിന് പോലും മനസ്സിലായില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. റോഗിന്റെ കിളിമാറി പോയി. എന്താണ് അവിടെ സംഭവിച്ചത് ഗൈസ്? എന്താണ് ബാക്കിൽ നിന്ന് റിൻഡോട് കിളിയിലുണ്ട്. റിൻഡോ 4 അപ്പോൾ റോഗിനടുത്തേക്ക് റിൻഡോ ബൈക്കറുണ്ട്. മോൺസ്റ്റർ ജോസും റിൻഡോയും മാത്രമാണ് ബാക്കിയുള്ളത്. മൊത്തം 5 ബാക്കിയുണ്ട്. അപ്പോൾ റിൻഡോ സ്മോക്ക് എടുക്കരുത്. അപ്പോൾ സോണിലുള്ള DMCയിലുള്ള നേരത്തെ സോൺ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ആ സോൺ അവർക്ക് അഡ്വാൻറ്റേജ് മാറും. ആ സോണിൻ്റെ അഡ്വാൻറ്റേജ് മുതലാക്കാൻ DMCയിലുള്ളവർക്ക് സാധിക്കുമോ? DMCയിലുള്ള ഇറങ്ങി വരുന്നു. ടീം നമ്പർ 22 മാഫിയയുടെ നേർക്കാണ് വരുന്നത്. മാഫിയ വൈപ്പ് ചെയ്തിട്ട് വന്നു. മാഫിയയുടെ നേർക്കാണ് DMCയിലുള്ള മാഫിയുടെ പിള്ളേരെ അടിച്ചിരുമോ? മാഫിയ കഴിയുന്നു. ഇല്ല, ടാഗ് ഇട്ടില്ല. ടീം നമ്പർ 22 അടി വരുന്നത്. അവിടെ റോഗ് തീർക്കുന്നു. TFF ജോസുവിനെയും TFF റിൻഡോയും ആക്സസ് റോഗ് 1v2 എടുത്തിരിക്കുകയാണ്. 1v2 റോഗ് 5 കില്ലുകൾ സേഫ് ആക്കുന്നത്. 5 കില്ലുകൾ. SP4 തീർന്നുകൊണ്ടിരിക്കും. ഇല്ലത്തെ SP4 ഫുൾ സ്കോഡ് ലൈവാണ്. SP4 ചെക്കന്മാർ പല വണ്ടിയിലായിട്ട് ഇങ്ങനെ വരികയാണ്. SP4 ഫുൾ സ്കോഡ് ലൈവാണ്. അതെ, മിറാമർ കളിക്കുന്ന കളിയാണ് ചെക്കന്മാർ കളിക്കുന്നത്. സ്പ്ലിറ്റായി കളിക്കുന്നു. ഇതാണ് മിറാമറിന്റെ തന്ത്രം. അപ്പോൾ മാഫിയുടെ ക്യൂനാണ്. DMC ചാറിലൊക്കെ DMC സൈക്കിൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടിക്കുന്നു. നാൻസി നോക്കാവുന്നു. ക്യൂനുണ്ട്. ക്യൂ നോക്കാണ്. മാർക്കും ക്യൂനുണ്ട്. ക്യൂ നോക്കുന്നു. മാർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. മാർക്ക് കയറുന്നു. സൈക്കിൾ അടിക്കുമ്പോൾ മുത്ത ഏരിയസ് വെച്ച് ഇല്ല. മുത്ത റിഫ്ലക്റ്റ് അടി
ഇല്ല ചെക്കൻ ഓടി സോണി കയറാൻ നോക്കുകയാണ് സോണി കയറുന്നു. അപ്പോൾ അവിടെ തീർന്നുകൊണ്ട് ബാക്കിൽ കണ്ടിട്ട് തീർന്നുണ്ട് സൈക്കിൾ തീർന്നു നോക്കിയാണ്. DMC സൈക്കിൾ തീർന്നുണ്ട് ബാക്കിൽ നല്ല കിടിയാണ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സിഡന്റ് റോഗ് അടിക്കുന്നു. റോഗ് ഒറ്റയാൾ പോരാളി 6 കിലോ തൈ വെക്കുന്നു. അപ്പോൾ റോഗാണ് തീർന്നുണ്ട് സൈക്കിൾ തീർന്നുണ്ട് റോഗ് ഒരു ഒറ്റയാൾ പോരാളി എൻ്റെ പേര് അടി വരുന്നു. റോഗ് അടിയുന്നു. SP4 ഇല്ല തിരിച്ചടിക്കാൻ സാധിക്കുന്നില്ല. ടീം നമ്പർ 13 SP4 തീർന്നു റോഗിന്. അപ്പോൾ ടീം നമ്പർ 22 ടീം നമ്പർ 13 ഫൈനൽ ചാൻസ് ഉള്ളത്. ഫൈനൽ ചാൻസ് അല്ല അവരുടെ ബാക്കിയുള്ള മാഫിയുടെ 2 പ്ലേയേഴ്സ് മാഫിയുടെ 1 പ്ലെയർ മാത്രം ബാക്കി. മാർക്കവിടെ ക്യൂനോടെ നോക്കാണ് എൻ്റെ മേലെ ക്യൂ നോക്കാണ്. മാർക്ക് എന്തെങ്കിലും ചെയ്താക്കിയോ മാർക്ക് മാത്രം എൻ്റെ മേലെ സാത്താൻ വണ്ടിക്ക് എടുത്ത് പറന്നു വരുന്നു. സാത്താൻ നോക്കാവുന്നു ഇല്ല തീർത്തു വിടുന്നു. അപ്പൊ ചിക്കനിനെ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം SP4 കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചിക്കൻ ഡിന്നർ. അപ്പൊ SP4-2 ആകുമ്പോൾ നമുക്ക് നോക്കാം പോയിന്റ് ടേബിൾ എന്തൊക്കെ മാറ്റം സംഭവിക്കും. അപ്പൊ കൃത്യം ഇതിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ കൃത്യം നാളെ എത്തിക്കായിരിക്കും. ഓരോ ടീമിലേക്കും ടോപ്പ് 3 ആദ്യ ടീമിലേക്ക് പ്രൈസ് നമ്മൾ കൃത്യം നാളെ എത്തിക്കും. അപ്പോൾ പോയിന്റ് ടേബിൾ നാളെ ഞാൻ ലൈവ് വരുന്നതായിരിക്കും. ഒരു 8 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കൃത്യം ലൈവ് വരുന്നതായിരിക്കും. ആ ലൈവ് നമ്മൾ ഇതിന്റെ പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ കൃത്യമായി വിശകലനം ചെയ്യും. അതുപോലെ ടീംസിനൊക്കെ നമ്മൾ അവരുടെ പ്രൈസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് ഓഫ് ചെയ്യാണ്. പോയിന്റ് ടേബിളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ SP4 തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SP4 പിള്ളേർ മൊത്തം 3 എടുത്തിട്ടുണ്ട്. ഫ്ലിന്റ് ആൻഡ് ഹാരി സാത്താനാണ് ഓരോ കിലോ എടുത്തിരിക്കുന്നത്. അവിടെ ഹാഷ് വായിക്കുന്നത് മാഫിയ മൊത്തം 6 10 11 കിലോ എടുത്തിട്ടുണ്ട്. 11 കിലോ ഹാഷ് തയ്യാക്കുന്ന ആക്സ് മൊത്തം 7 കിലോ. അതിൽ ആക്സിസ് റോഗിന്റെ പ്രകടനം എടുത്തു പറയാൻ വയ്യ. ആക്സിസ് റോഗ് 6 കിലോ മാഫിയ ക്യൂനും 6 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലൈവ് ഓഫ് ചെയ്ത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോ ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഗൈസ്. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ആണ്.